കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിൽ കേരളത്തിന് വിജയം. സംസ്ഥാനത്തിന് 13,608 കോടി കടമെടുക്കാനുള്ള അനുമതി നൽകാമെന്ന് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു. അതേസമയം ഹർജി പിൻവലിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു. കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കണമെങ്കിൽ സംസ്ഥാനം സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജി പിൻവലിക്കണമെന്ന ഉപാധിയാണ് കേന്ദ്രം മുമ്പോട്ട് വെച്ചത്. കേന്ദ്രത്തിന്റെ ഈ നിലപാടിനെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു. കേന്ദ്രത്തിനെതിരെ സ്യൂട്ട് ഹർജി നൽകാൻ കേരളത്തിന് അധികാരമുണ്ടെന്നും ആ അധികാരം നിഷേധിക്കുന്നത് ശരിയല്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയത് കേന്ദ്രത്തിന് തിരിച്ചടിയായി. നിബന്ധനകളില്ലാതെ കേരളത്തിന് 13,608 കോടി കടമെടുക്കാനുള്ള അനുമതി നൽകാൻ സുപ്രീം കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. കടമെടുക്കാൻ അനുമതി നൽകാമെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ തുക ലഭിച്ചതുകൊണ്ട് മാത്രം സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമാവില്ലെന്നും 15,000 കോടി രൂപ കൂടി കടമെടുക്കാൻ അനുമതി നൽകണമെന്ന ആവശ്യം കേരളം മുമ്പോട്ട് വെച്ചു. സംസ്ഥാനത്തിന്റെ ഈ ആവശ്യത്തിൽ കേന്ദ്രവും കേരളവും ഇന്നോ നാളെയോ ചർച്ച നടത്തി തീരുമാനമെടുക്കാനും കോടതി നിർദ്ദേശിച്ചു. ചർച്ചകൾ നടത്തുമ്പോൾ വിവാദ പ്രസ്താവനകൾ നടത്തരുതെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ഒഴിവാക്കാൻ 26,000 കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത്. സൗജന്യമായി പണം നൽകണമെന്നല്ല, സംസ്ഥാനത്തിന് അർഹമായ വിഹിതമാണ് ചോദിക്കുന്നതെന്നും കേരളം കോടതിയിൽ വ്യക്തമാക്കി. കേരളത്തെ മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ലെന്നും കേരളം ചൂണ്ടിക്കാട്ടി. കൈരളി ന്യൂസ്, ദില്ലി.